നമ്മളിൽ പല ആളുകളും പടച്ചറബിനോട് പരാതി പറയാറുണ്ട്, നമ്മുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. അഥവാ അള്ളാഹുവെ, നിനക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും നിസ്കരിക്കാറുണ്ട്, നിനക്ക് വേണ്ടി നോമ്പ് നോക്കാറുണ്ട്, നീ പറഞ്ഞ എല്ലാ സൽക്രമങ്ങളും ഞാൻ ചെയ്യാറുണ്ട്, ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് എല്ലാം നാം ഒഴിവാക്കാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതം മുഴുവനും ബുദ്ധിമുട്ടാണല്ലോ അല്ലാ, എല്ലാം പ്രയാസമാണല്ലോ അല്ലാ, എൻ്റെ ജീവിതം ബുദ്ധിമുട്ടിൽ നിന്ന് ഒട്ടും പിന്നോക്കം പോകുന്നില്ലല്ലോ എന്ന് പരാതി പറയുന്നവരാണ് നമ്മൾ പല ആളുകളും. എന്നാൽ നിങ്ങളൊന്ന് മഹാന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പരീക്ഷിച്ച വ്യക്തിയായിരുന്നു മഹാന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു പോവുകയും 6-ാം വയസ്സിൽ മാതാവ് വഫാത്തായി പോവുകയും ചെയ്തു. ശേഷം കുടുംബക്കാരിൽ നിന്ന് പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല ആളുകളും ബുദ്ധിമുട്ടിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത് വെറും ദരിദ്രനായിട്ടായിരുന്നു. നാം മനസ്സിലാക്കേണ്ടത്, മഹാന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി പോയത് എങ്ങനെയാണെന്നറിയോ? തൻ്റെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടായിരുന്നു. കാരണം വിശപ്പ് സഹിക്കാൻ കഴിയാതെ, പട്ടിണി സഹിക്കാൻ കഴിയാതെ, എന്നെ നീ ഒന്ന് ധനികനാക്കണമെന്ന് ദുആ ചെയ്യാമായിരുന്നു. പക്ഷേ പടച്ചവൻ്റെ പ്രവാചകർ ദുആ ചെയ്തത് അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വ അമിതിനി മിസ്കീനൻ എന്നാണ്. പടച്ചറബ്ബേ, എന്നെ നീ പാവപ്പെട്ടവനായി ജീവിപ്പിച്ചിട്ട് പാവപ്പെട്ടവനായി മരിപ്പിക്കണേ എന്നാണ്.